ഹലോ, ഞാൻ ഇന്ന് ഒരു സന്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് യോനയെക്കുറിച്ച് അറിയായിരിക്കുമല്ലോ അല്ലേ? യോന എന്നൊരു വ്യക്തി അമിറ്റായിയുടെ മകനാണ്. യോനയ്ക്ക് നിനവേയ്ക്ക് പോവാൻ ദൈവം പറഞ്ഞു. പക്ഷേ നിനവേയ്ക്ക് പോകാൻ യോന തർസീസയിലേക്ക് പോയി. യോന തർസീസയ്ക്ക് പോയപ്പോൾ കപ്പലിൽ കൊടുങ്കാറ്റായി വന്ന് അപ്പോൾ യോന ഉറങ്ങിക്കിടക്കുകയായിരുന്നു കപ്പലിൽ. ഇതറിഞ്ഞ ഒരാൾ യോനയെടുത്ത് കപ്പിത്താൻ്റെ അടുത്തേക്ക് പോയി. ഇവൻ എന്തെന്ന് അറിയാതെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു താഴെ. അപ്പോൾ ഇവനാണോ അനർത്ഥം സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ആൾക്കാരെല്ലാവരും ചീട്ടുകൾ എടുത്ത് ആൾക്കാരുടെ പേരൊക്കെ എടുത്ത് ഇങ്ങനെ കുലുക്കി ക്രിസ്മസ് ഫ്രണ്ട്സിന് പോലെ ക്രിസ്മസ് ഫ്രണ്ട്സ് നമ്മളെ കണ്ടെത്തുന്ന പോലെ എടുക്കും അല്ലേ? ആരാണ് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടെന്ന് ആരാണ് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടെന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അതുപോലെ അവരുടെ പേരുകൾ ചീറ്റിലെഴുതി അവസാനം നറുക്കെടുത്തത് യോനയാണ്. അങ്ങനെ നീയാണ് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു. നീ ആരാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്, ഞാൻ പ്രവാചകനാണെന്നൊക്കെ യോന പറയുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? എന്നെ കടലിലേക്ക് എറിയുക? അത് പറ്റില്ല, നമുക്ക് പ്രശ്നം വരും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവസാനം ഇസ്രായേലിൻ്റെ ദൈവമേ നമ്മളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവനെ കടലിലേക്ക് എറിയുമ്പോൾ കടൽ ശാന്തമാവുകയാണ് അല്ലേ? അങ്ങനെ കടൽ ശാന്തമാവുകയും പിന്നീട് അവർ ബലി അർപ്പിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്ത് യോനയെ കടലിലേക്ക് എറിയുന്ന സമയത്ത് ഒരു തിമിംഗലം യോനയെ വിഴുങ്ങുകയും യോനയെ നിനവയിലേക്ക് വിട്ട് അവിടെ വെച്ച് തന്നെ ഛർദ്ദിക്കുകയും ചെയ്ത് അപ്പോൾ തന്നെ യോനയോട് ദൈവം പറയാണ്, നീ നിനവ പട്ടണത്തിലേക്ക് പോവുക, അവളെ പ്രസംഗിക്കുക. യോന പറയുകയാണ്, നിങ്ങൾ പാപങ്ങൾ വിട്ടു പോവുക, നിങ്ങൾ ദൈവം സ്നേഹിക്കുകയാണ്. നിങ്ങൾ പാപങ്ങൾ വിട്ടു പോയതിന് 40 ദിവസത്തിനുള്ളിൽ ഈ പട്ടണം നശിക്കും. അപ്പോൾ എന്ത് ചെയ്തു? ആൾക്കാരെല്ലാവരും മാനസാന്തരപ്പെട്ടു. ഇതറിഞ്ഞ ഒരു രാജാവ് അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാവരും ദൈവത്തിങ്കിലേക്ക് അടുക്കൽ വരുവാൻ പറഞ്ഞ് അവർ ദൈവത്തിങ്കിലേക്ക് അടുക്കൽ വരുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു അല്ലേ രാജാവ്? ഇനി നമ്മൾ പാപത്തിൽ അടിമപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവം എന്ത് ചെയ്തു? ആ പട്ടണം നശിപ്പിച്ചില്ല. യോന 4 നോക്കുമ്പോൾ പിന്നീട് പറയുന്നത് വെച്ചാൽ അവസാനം, എന്നാൽ വലം കൈ ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാതെ 1,20,000 ചിലനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭവം തോന്നുന്നതോ എന്ന് ചോദിച്ചു എന്നാണ് അവസാനം യോന 4:11 ദൈവം യോനയോട് ചോദിക്കുന്നത് അല്ലേ? ഇതിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്കൊന്ന് ദൈവാത്മാവ് എന്നോട് ചോദിച്ചതാണ്. ഞാൻ ഒരു കപ്പലിൽ ഈ പ്രശ്നം ഉണ്ടായത് യോന ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടാണ്, ദൈവത്തിൽ നിന്ന് ഓടിയത് കൊണ്ടാണ്. ദൈവത്തിന് യോനയ്ക്ക് കുറച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് അനുസരിക്കാത്തത് കൊണ്ടാണ് അവിടെ ഒരു കൊടുങ്കാറ്റുണ്ടായത് അല്ലേ? അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കാതെ പോയാൽ, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് മുന്നോട്ട് പോവാതെ ഇരുന്നാൽ, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പോയാൽ നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും
പ്രശ്നങ്ങൾ വരും. പിന്നെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ള കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഡിസിഷനിലും കുടുംബ ജീവിതത്തിലായാലും കല്യാണത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ടാൾക്കാർ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക. മർക്കോസ് ലൂക്കോസ് എന്നാണ് പേര്. നീ ഓക്കെ പറയുന്ന മുമ്പ് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, എനിക്ക് മർക്കോസിനെയാണോ ദൈവത്തിന് കല്യാണം കഴിക്കാൻ ആഗ്രഹം, ലൂക്കോസിനോട് കൂടെയാണ് ജീവിക്കാൻ ദൈവത്തിന് ആഗ്രഹമെന്ന് ചോദിക്കുക. ദൈവം സ്വപ്നത്തിലൂടെയോ വചനത്തിലൂടെയോ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയിക്കും. അതുപോലെ ജോലി, എക്സൈസ് ജോലിക്ക് അഡ്വൈസ് മെമ്മോ വരികയാണ്. ടീച്ചറിൻ്റെയും വന്നു, പിന്നെ പോലീസിൻ്റെ ഒന്നിച്ചു വന്നു. 3 ഇഷ്ടമാണ്. ഏത് ചൂസ് ചെയ്യാമെന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തോട് ചോദിക്കുക, ദൈവം ഒരു ഉത്തരം തരും. ദൈവം നിൻ്റെ ഇഷ്ടം അനിഷ്ടമാക്കുന്ന ദൈവമല്ല. ദൈവത്തിനോട് നിൻ്റെ പ്ലാൻ പദ്ധതിയും പറഞ്ഞാൽ ദൈവം അതിൻ്റെ സമയത്ത് ആ പ്ലാനും പദ്ധതിയും പൂർത്തിയാക്കുന്ന ദൈവമാണ്. നിൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ജീവിതത്തിൽ ഏതൊരു ഡിസിഷൻ വരുമ്പോഴും ദൈവത്തോട് ദൈവ ഇഷ്ടം എന്താണോ അതുപോലെ പൂർത്തീകരിച്ച് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതം സന്തോഷപൂർണമായി തീരും എന്നത് സത്യമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു.